റഷ്യയിലെ കേഴ്സ്ക് റീജിയൻ, റഷ്യ ഉക്രൈൻ ബോർഡറിലുള്ള വളരെ പ്രധാനപ്പെട്ട റഷ്യൻ ഭാഗം. അവിടെ ഇന്നലെ മുതൽ ഉക്രൈന്റെ ആക്രമണം വളരെ തീവ്രമാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതെന്താ, ബോർഡറിൽ എന്തെങ്കിലും പ്രശ്നം വന്നോ? ഉക്രൈൻ ഭാഗങ്ങളിൽ നിന്ന് റഷ്യൻ പൊസിഷൻസിലേക്ക് ആർട്ടിലറി സ്ട്രൈക്ക് അല്ലെങ്കിൽ റോക്കറ്റ് സ്ട്രൈക്ക് എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. നേരിട്ട് 1000 ഉക്രൈൻ സൈനികർ റഷ്യൻ ടെറിട്ടറിക്കുള്ളിലേക്ക് കടന്ന്, ആ ബോർഡറിനുള്ളിലേക്ക് കടന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒരു വലിയ പ്രശ്നം നടത്തുകയാണ്. പുടിൻ ഒരു കാര്യം പറഞ്ഞു, ഇതൊരു മേജർ പ്രൊവോക്കേഷൻ ആണ്. ഉക്രൈൻ ചെയ്തതിൽ വെച്ച് ഇത് വലിയൊരു തെറ്റായി മാറുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിനുള്ള വില ഉക്രൈൻ നൽകേണ്ടി വരുമെന്ന്. മറ്റൊരു ഭാഗത്ത് അമേരിക്കയുടെ വൈറ്റ് ഹൗസ് പറഞ്ഞത്, സെലൻസ്കിയുടെ ഗവൺമെന്റ് അവിടെ എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ആവശ്യമില്ലാതെ റഷ്യയുടെ ഭാഗങ്ങൾക്കുള്ളിൽ കടന്ന് ഒരു ആക്രമണം നടത്തുന്നത് എന്ന് ഉക്രൈനെതിരെയുള്ള വാക്കുകളും അവർ പറഞ്ഞു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഈ അവസ്ഥകൾ എന്നത് വളരെ മോശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഈ ഒരു ആക്രമണം റഷ്യയുടെ സമയം അനുസരിച്ച് 8 മണിക്ക് ആരംഭിക്കുന്നു. ഈ റഷ്യയുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഒരു കാര്യം ശ്രദ്ധിച്ചു. ഉക്രൈന്റെ സൈനികർ, അതായത് ഇത് റഷ്യ നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, ഉക്രൈന്റെ ചില സൈനികർ 5ൽ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് റഷ്യയുടെ ബോർഡർ പെനട്രേറ്റ് ചെയ്ത് അകത്തേക്ക് നുഴഞ്ഞു. ഇങ്ങനെ അകത്തേക്ക് വന്നവർ സാധാരണ രീതിയിലല്ല വന്നത്. സാധാരണ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ, ചെറിയൊരു ആക്രമണം നടക്കുമ്പോൾ ഈ അകത്തേക്ക് നുഴഞ്ഞു കയറുന്നവർ ഹെവിലി ആർമേഡ് വെഹിക്കിൾസുമായൊന്നും വരില്ല. അകത്തേക്ക് വന്ന സൈനികർ ഒരു ആക്രമണം നടത്തിയിട്ട് തിരികെ ഉക്രൈന്റെ ബോർഡറിനുള്ളിലേക്ക് പോകും. ഇത്രയും ദിവസം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇതാണ് സംഭവിച്ചത്. അതായത് റഷ്യൻ ഭാഗങ്ങൾക്കുള്ളിൽ ഉക്രൈൻ കടന്ന് ആക്രമിക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. വലിയ രീതിയിലുള്ള ഇൻഫാൻട്രി വെഹിക്കിൾസോ ടാങ്ക്സോ ഒന്നും തന്നെ കൊണ്ടുവരില്ല. എന്നാൽ ഇത്തവണ ഉക്രൈന്റെ ബക്ക് എയർ ഡിഫൻസ് സിസ്റ്റം, അത് ഉക്രൈന്റെ പക്കൽ ചിലത് സർവീസിനുണ്ട്. അതുകൂടാതെ 11 ടാങ്ക്സ്, 1-2 അല്ല, 11 ടാങ്ക്സ്, 7 ഇൻഫാൻട്രി വെഹിക്കിൾസ്, ആർമേഡ് വെഹിക്കിൾസ്, ഇങ്ങനെ 1000 സൈനികർ ചേർന്ന് റഷ്യൻ ബോർഡറിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി. ഒരു വലിയ ടൗൺ ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം തയ്യാറെടുപ്പോടുകൂടിയാണോ വരേണ്ടത്, അത്രയേറെ തയ്യാറെടുപ്പുമായി ഉക്രൈന്റെ സൈനികർ ഈ സ്ഥലത്തേക്ക് വന്നു. ഉടൻ റഷ്യയുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കളത്തിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ഉക്രൈന്റെ സൈനികർക്കും റഷ്യൻ സൈനികർക്കും ഇടയിൽ ആ സ്ഥലത്ത് ഒരു വലിയ സംഘർഷം തന്നെ ഉണ്ടാകുന്നു. ഉടനെ റഷ്യയുടെ ഫെഡറൽ സർവീസിൽ നിന്നും സൈനികരെ വരുത്തുന്നു. ഉക്രൈന്റെ സൈനികരെ ചുറ്റിവളഞ്ഞ് അവിടെ വലിയൊരു ആക്രമണം നടക്കാൻ തുടങ്ങി. എന്നാൽ അതൊരു കാട് നിറഞ്ഞ ഒരുപാട് മരങ്ങളുള്ള പ്രദേശമായിരുന്നു. അതിനാൽ ഈ സ്ഥലത്ത് സൂക്ഷ്മമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു ആക്രമണം നടത്തുക എന്നത് വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. ഒരുപക്ഷെ ഗൊറില്ല വാർഫെയർ മെത്തേഡിൽ ഉക്രൈൻ സോൾജിയേഴ്സ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവരെ കൗണ്ടർ ചെയ്യുക എന്നുള്ളതും റഷ്യക്ക് വലിയൊരു പണിയായി മാറും. കാരണം ഉക്രൈൻ ബോർഡറിനുള്ളിൽ അവർ എപ്പോൾ വേണമെങ്കിലും തിരികെ പോകാം. അവിടെയൊന്നും റഷ്യയുടെ കൺട്രോളേ ഇല്ല. ഈ സുമി റീജിയണും കഴിഞ്ഞുള്ള ഭാഗങ്ങളാണ് അതെല്ലാം. ഇപ്പോൾ ഇവർ നടത്തിയ ഈ ഒരു ആക്രമണം സുധ എന്ന റീജിയണിലാണ്. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം ശ്രദ്ധിക്കുക. സുധ എന്ന ആ ഒരു ഭാഗത്തെ നോക്കിയാണ് റഷ്യക്കെതിരായിട്ടുള്ള ആക്രമണത്തിൽ ഉക്രൈൻ നുഴഞ്ഞു കയറിയതെന്ന് റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഒരു കാര്യം പറഞ്ഞു. ഇങ്ങനെ ഉക്രൈന്റെ സൈനികർ അകത്തേക്ക് വന്നതും അവർക്കെതിരെ മാറി മാറി റഷ്യ ഒരു ആക്രമണം നടത്തുന്നു. ഉക്രൈന്റെ സൈനികർ ഇവിടെ മുന്നേറാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടി ഒരേ സമയത്ത് പല ഭാഗങ്ങളിൽ നിന്നും ആക്രമിക്കാൻ തുടങ്ങി. എത്ര തന്നെ ഉക്രൈൻ സൈനികർ 5 സ്ഥലങ്ങളിൽ നിന്ന് പെനട്രേറ്റ് ചെയ്ത് റഷ്യൻ ബോർഡറിനുള്ളിലേക്ക് കടന്നാലും റഷ്യ അവരെ 5 സ്ഥലങ്ങളിലേക്ക് വിഭജിക്കാൻ അനുവദിച്ചില്ല. പകരം ഒരേ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ ഉക്രൈന്റെ സൈനികരെല്ലാം പതിയെ അടുത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. പല ഭാഗങ്ങളിൽ നിന്നും ആക്രമണം നടത്തി ഡ്രോൺസ് ഉപയോഗിച്ച് കോർഡിനേറ്റ്സ് വാങ്ങി എല്ലാവരെയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയും ഒരേ സമയത്ത് ആക്രമിക്കാനും തുടങ്ങി. ഇപ്പോഴും ആ സ്ഥലത്ത് സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മുന്നേറി വന്ന ഉക്രൈൻ സൈനികരെ റഷ്യ തടഞ്ഞു നിർത്തി വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. ഒരേ സമയത്ത് ആർട്ടിലറി അറ്റാക്ക്, റോക്കറ്റ് അറ്റാക്ക്, ഡ്രോൺ അറ്റാക്ക്, ഇങ്ങനെ എല്ലാം ചേർത്ത് വെച്ച് ഉക്രൈനെ ആക്രമിച്ചതിൽ റഷ്യയുടെ ഔദ്യോഗികമായ കണക്കനുസരിച്ച് നോക്കിയാൽ 200 ഉക്രൈൻ സൈനികർ ഈ ഒരു ഒഫൻസീവ് ഓപ്പറേഷനിൽ മരിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അകത്തേക്ക് കൊണ്ടുവന്ന 11 ടാങ്ക്സിൽ 5 ടാങ്കുകളെ അവർ നഷ്ടപ്പെടുത്തി. 4 ഇൻഫാൻട്രി ഫൈറ്റിംഗ് വെഹിക്കിൾസ് മുഴുവനായും നശിച്ചു. ബക്ക് എയർ ഡിഫൻസ് സിസ്റ്റം അതും പോയി. ഇത് റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഔദ്യോഗികമായി നൽകിയൊരു വാർത്തയാണ്. ശരി, ഇപ്പോൾ ഈ ഒരു പ്രശ്നം നടന്നു, ഇത് റഷ്യ പറഞ്ഞു. ഇതിനെക്കുറിച്ച് ലോകത്തിലുള്ളവർ എന്ത് പറയുന്നു, മറ്റു നാടുകൾ എന്ത് പറയുന്നു, ഉക്രൈൻ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു നോക്കിയാൽ ഉക്രൈൻ ഇതുവരെയും ഇതിനെക്കുറിച്ച് യാതൊന്നും സംസാരിച്ചിട്ടില്ല. അവർ സംസാരിക്കുകയുമില്ല. എന്നാൽ പ്രോ ഉക്രൈൻ ചാനൽസ് എല്ലാം ഒരു കാര്യം പറഞ്ഞു, റഷ്യയ്ക്കുള്ളിൽ ഞങ്ങൾ പോയി ആക്രമിച്ചു. റഷ്യയുടെ ടെറിട്ടറിയെ ഉക്രൈനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് ഇതൊരു ഉദാഹരണം മാത്രമാണ്, ഒരു സാമ്പിൾ മാത്രമാണ് ഇവിടെ കാണിച്ചത്. വരും ദിവസങ്ങളിൽ തീർച്ചയായും ഇതെല്ലാം അധികമാകും. ഇത് ഞങ്ങൾ വീണ്ടും ചെയ്യുമെന്ന് പ്രോ ഉക്രൈൻ ചാനൽസ് ഒരു ക്ലെയിം ചെയ്യാൻ തുടങ്ങി. ലോകത്തിലുള്ള ഒരുപാട് നാടുകൾ ഇതിന് പ്രതികരിച്ചിട്ടില്ലെങ്കിലും പ്രധാനപ്പെട്ട നാടായ അമേരിക്ക ഇതിനെക്കുറിച്ച് ഒരു കമന്റ് പറഞ്ഞു. ഉക്രൈന്റെ ഒഫീഷ്യൽസും അമേരിക്കയുടെ ഒഫീഷ്യൽസും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു കോളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആവശ്യമില്ലാതെ എന്തിനാണ് ഈ ഒഫൻസീവ് ചെയ്തതെന്ന് ഉക്രൈനെതിരെ അമേരിക്ക ചോദിച്ചു.
ഇതിവിടെ പറയാൻ കാരണം സെലൻസ്കിയെ സംബന്ധിച്ച് സമാധാനം ആഗ്രഹിക്കുന്ന ഒരാൾ, സമാധാന ദാഹിയാണെന്നുള്ള ഒരു ബിംബം അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുറത്ത് വെസ്റ്റേൺ മീഡിയസിലെല്ലാം അങ്ങനെ ഒരു രൂപമാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെ സമാധാനം ആഗ്രഹിക്കുന്ന സെലൻസ്കി തന്നെ പുതുതായി ഒരു ഒഫൻസീവ് ഇപ്പോൾ തുടങ്ങിയത്. ഉക്രൈന്റെ കൗണ്ടർ ഒഫൻസീവ് കഴിഞ്ഞ ജൂൺ മാസത്തിൽ ചെയ്തു. അത് തികച്ചും പരാജയമായിരുന്നു. എന്നാൽ ആ ഒരു പരാജയത്തിൽ കാർഖീവിൽ മാത്രം 490 സ്ക്വയർ കിലോമീറ്റർ ഉള്ള സ്ഥലങ്ങൾ ഉക്രൈൻ നഷ്ടപ്പെടുത്തിയെന്നും പറയുന്നു. ഇതൊരു സാധാരണ കാര്യമേ അല്ല. ഏകദേശം പല പ്രധാനപ്പെട്ട ടൗൺസിനെ ഒരു സ്ഥലത്ത് വെച്ച് അവർ നഷ്ടപ്പെടുത്തി. എന്നാൽ ഈ കൗണ്ടർ ഒഫൻസീവിൽ അവർ പരാജയപ്പെട്ടാലും അതോടുകൂടി ഉക്രൈൻ അവസാനിപ്പിച്ചില്ല. ഇതിനുശേഷം വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. പ്രധാനമായും ക്രീമിയെ നോക്കി ആക്രമണം നടത്താൻ തുടങ്ങി. അതിനാൽ ഇപ്പോൾ ഈ ഒരു ഒഫൻസീവ് ആക്രമണം എന്തുകൊണ്ട് ചെയ്തുവെന്ന് അമേരിക്കയുടെ ഒഫീഷ്യൽ ഉക്രൈന്റെ അധികാരികളോട് ചോദിച്ചു. ഇത് സാധാരണ കാര്യമല്ല. കാരണം ഇതിനു മുൻപ് ചെയ്ത ആക്രമണങ്ങളെല്ലാം ചെറിയ ചെറിയ ആക്രമണങ്ങൾ മാത്രമാണ്. റഷ്യൻ ടെറിട്ടറിക്കുള്ളിലേക്ക് ഉക്രൈൻ പോകും, ആക്രമിച്ചിട്ട് ഉടൻ തന്നെ അവരുടെ ബോർഡറിനുള്ളിലേക്ക് തിരികെ വരും. വീണ്ടും ആ ഭാഗങ്ങളെ നോക്കി റഷ്യയുടെ ഡ്രോൺ ആക്രമണം നടക്കും, അല്ലെങ്കിൽ ഒരു ആർട്ടിലറി അറ്റാക്ക് നടക്കും. ഇങ്ങനെയായിരുന്നു പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആദ്യമായി റഷ്യയുടെ ഭാഗങ്ങൾക്കുള്ളിൽ ടാങ്ക്സ് അയക്കുക, അകത്തേക്ക് വന്ന് അവരുടെ ഇൻഫാൻട്രി വെഹിക്കിൾസ് എല്ലാം കൊണ്ടുവന്ന് ആക്രമിക്കുക, ഇതൊക്കെ ആദ്യമായാണ്. അതിനാൽ ഇതൊരു സാധാരണ കാര്യമേ അല്ല. ഇത് തന്നെയാണ് പുടിനും പറഞ്ഞത്. ഇത് ഉക്രൈൻ ചെയ്തതിൽ വെച്ച് മേജർ പ്രൊവക്കേഷൻ ആണ്. അവർ റെഡ് ലൈൻ ക്രോസ് ചെയ്തു എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഉക്രൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യത്തിന് എത്രയും പെട്ടെന്ന് അവരൊരു മറുപടി നൽകും. ഇത് ഞങ്ങൾ വെറുതെ വിടില്ല. ഉക്രൈൻ ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും പറഞ്ഞു. അതേസമയത്ത് റഷ്യ അവരുടെ ആക്രമണം തീവ്രമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉക്രൈന്റെ ഭാഗങ്ങളെ നോക്കി ഈ ഒരു ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് കാർഖീവ് റീജിയനിൽ റഷ്യയുടെ തീവ്രമായ ആക്രമണം ആരംഭിച്ചു. അവരുടെ ആക്രമണത്തിന് കാർഖീവ് ഇരയായി. ഉക്രൈന്റെ പദ്ധതി അനുസരിച്ച് റഷ്യൻ ടെറിട്ടറിക്കുള്ളിലേക്ക് കടന്ന്, ആ ബോർഡറിനുള്ളിലേക്ക് കടന്ന് ചെയ്യാൻ ആഗ്രഹിച്ച ആ ഒരു ഓപ്പറേഷൻ വഴി ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാം. ഉക്രൈൻ സമാധാനത്തിന് തയ്യാറല്ല. ഉക്രൈൻ സറണ്ടർ ആകാൻ തയ്യാറല്ല. എന്നാൽ ഉക്രൈന് ഒരു കാര്യം നന്നായി അറിയാം. നമ്മൾ അകത്തേക്ക് പോയാലും, അടുത്തൊരു 1000 സൈനികരെ അകത്തേക്ക് അയച്ചാലും റഷ്യയുടെ ആ ഒരു ഭാഗത്തെ ക്യാപ്ചർ ചെയ്യാൻ കഴിയില്ല എന്ന്. നേരത്തെ ഇതുപോലെ തന്നെ ബെൽഗറോഡ് ഭാഗങ്ങളിലും മറ്റ് പല ഭാഗങ്ങളിലും ഇതുപോലെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഉക്രൈൻ പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ അപ്പോഴെല്ലാം ഉക്രൈൻ പറഞ്ഞത്, ഞങ്ങൾക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല. ഇത് പ്രോ ഉക്രൈനിയൻസ് കാരണം റഷ്യക്കെതിരെ പ്രവർത്തിക്കുന്ന ചില ഗ്രൂപ്പുകൾ ചെയ്തതാണ്. ഞങ്ങൾക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല എന്ന്. അങ്ങനെ അവർ അതിൽ നിന്ന് പിൻവാങ്ങി. ഈ സംഭവത്തിലും ഉക്രൈൻ അതേ കാര്യം തന്നെ ചെയ്യും. എന്നാൽ ഇതിൽ ഉക്രൈന്റെ ആർമി ഇൻവോൾവ് ആയിട്ടുള്ളത് ഈ ടാങ്ക്സ് ഉപയോഗിച്ചതിലൂടെ തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. റഷ്യയുടെ ഓഫൻസീവ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ തീർച്ചയായും അധികമാകും. കാരണം അമേരിക്കയിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അതിന് മുൻപ് ആര് കൂടുതൽ ലാൻഡ് ക്യാപ്ചർ ചെയ്യുന്നുവോ അത് ഉക്രൈൻ തിരികെ റീക്യാപ്ചർ ചെയ്താലും, അല്ലെങ്കിൽ റഷ്യ ഉക്രൈന്റെ ഭാഗങ്ങൾ ക്യാപ്ചർ ചെയ്താലും, ആരാണോ കൂടുതൽ ക്യാപ്ചർ ചെയ്യുന്നത് അവരുടെ തലയായിരിക്കും പൊങ്ങി നിൽക്കുന്നത്. അതിനാൽ ഈ ഇലക്ഷന് മുൻപ് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഈ രണ്ട് നാടുകളും ചെയ്യാൻ ശ്രമിക്കും. പോരാത്തതിന് റഷ്യ ഉക്രൈൻ യുദ്ധത്തിനപ്പുറം മധ്യകിഴക്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്നത് മറ്റു രീതിയിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈജിപ്ത് അവരുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന എയർലൈൻസിന് ഒരു നോട്ടം കൊടുത്തിട്ടുണ്ട്. ഈ അറിയിപ്പ് വന്നതിന് ശേഷം ഒരുപക്ഷെ ഈ സമയത്തിനുള്ളിൽ ഇറാന്റെ ആക്രമണം നടക്കാമെന്നുള്ള ഒരു ഭീതിയും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.